നമ്മുടെ PTA ഞാൻ സാറിന് സ്വാഗതം പറയുകയാണ്. ഒപ്പം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള PTA അതേപോലെ തന്നെ മദർ PTA, SSG, അധ്യാപകരെ, ജീവനക്കാർ എല്ലാവരെയും സ്വാഗതം പറയുന്നു. കൂടുതലായിട്ട് വിശദീകരണങ്ങളൊന്നുമില്ല. നേരിട്ട് നാട്ടിലെ വിലയേറിയ വാക്കുകൾ കേൾക്കാൻ വേണ്ടി തയ്യാറാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെ ഇന്നത്തെ കാര്യമാണ്. ആദ്യം കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാവുന്നത്. അതാണ് വിഷൻ എന്ന് പറയുന്നത്. ഇനി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാലോ. എന്ത് കാഴ്ചപ്പാടുണ്ടാക്കിയാലും അത് നടപ്പാക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. നടക്കേണ്ട കാര്യം പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ അത് നടക്കുക എന്നുള്ളതാണ്, നടപ്പാക്കുക എന്നുള്ളതാണ് ആക്ഷൻ. അപ്പോൾ ഇനി നമ്മൾ ആ വാചകത്തിന് മുമ്പ് വിഷൻ വിത്തൗട്ട് ആക്ഷൻ ഇസ് എ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നെ സഹായിക്കും. വിഷൻ വിത്തൗട്ട് ആക്ഷൻ ഇസ് എ ഡേറ്റ്. പ്രവർത്തനമില്ലാത്ത വിഷൻ, വിഷൻ വിത്തൗട്ട് ആക്ഷൻ. കാര്യം ഗംഭീര ഭയങ്കര എന്താണ് ചിന്തയാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. പക്ഷെ അതൊന്നും നടക്കാത്ത കാര്യമാണെങ്കിൽ ഒരുപാട് വിഷൻ ഉണ്ട്. പക്ഷെ അത് നടക്കാത്ത കാര്യമാണെങ്കിൽ അത് ഇതുപോലെയാണ്. നമ്മൾ പകൽ ഇരുന്ന് കാണുമല്ലോ, സിനാവ് കാണുമല്ലോ, ആ പകൽ സിനാവുകൾ തന്നെയാണെന്നാണ് ഒരു വാദം. തിരിച്ചറിയുന്നു. നമ്മൾ കുറേ കാര്യം ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഒരു അടിസ്ഥാനം ഇല്ലാതെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അവർ പ്രവർത്തനം ചെയ്യും, അവർ ചെയ്യുമെന്ന് പറയും, അത് ചെയ്യും, അവർ വിയാസിന്റെ കാര്യം പറയും, അത് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടേ ഒരുപാട് പ്രവർത്തനം. ഇത് എന്തിനും ചെയ്തില്ല, അത് അവർ പറഞ്ഞ് ചെയ്യുമ്പോൾ അതിനെന്താ കുഴപ്പമുള്ളത്? പ്രവർത്തനമുണ്ട്. അവിടെ എന്താ ഇല്ലാത്തത്? അതിനൊരു കാഴ്ചപ്പാട്, ഒരു ധാരണകളുടെ അടിസ്ഥാനത്തിലല്ല ചെയ്തത്. പറഞ്ഞ കാര്യം ഇങ്ങനെ ചെയ്യാം, അവർ പറഞ്ഞുകൊണ്ട് ചെയ്യും അല്ലേ? ഇതിനാണ് എന്ത് പറയുക? അതിന് ആക്ഷൻ. വിത്തൗട്ട് വിഷൻ ഈസ് എ നൈറ്റ് മേയർ. രാത്രി കാലത്ത് കാണാൻ എന്താണ്? ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ എല്ലാവർക്കും അത് ഒരു നല്ല സ്ഥാപനത്തിൽ കൂടെ വരുമ്പോൾ അറിവ് തിരിച്ചറിവ് കഴിയുമാണ്. അറിവ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷനാണ്. തിരിച്ചറിവ് പറഞ്ഞാലോ അതിന്റെ ഗുണവും പരവും പരായകളെ കുറിച്ചും ഗുണവും ദോഷങ്ങളെ കുറിച്ചും കൂടി അറിവുള്ള സ്ഥാനത്തിനെയാണ് എന്ത് പേര് പറയുക? തിരിച്ചറിവ് എന്ന് പറയുക അല്ലേ? അപ്പൊ ആ തിരിച്ചറിവാണ് നമുക്ക് സ്കൂളിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞു. അതിനാണ് സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു സമൂഹമായിട്ട് കൂടുതൽ ഇടപഴകിയിട്ടാണ് ജീവിച്ചിരുന്നത്. വൈകുന്നേരം ആയ ഒരു റിസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ കളിക്കാൻ പോകും, അടുത്ത വീട്ടിലും പോവും, അവരുടെ സാധനങ്ങൾ കളിക്കുക, അങ്ങനെ പരസ്പരം. ഇപ്പൊ നമ്മൾ തന്നെ, നമ്മൾ ഇത്രയൊക്കെ വലിയ ആൾക്കാർ, നമ്മൾ മക്കളോട് എന്താ പറയുക? അക്കാദമികമായിട്ടുള്ള നിങ്ങളുടെ കോൺസെപ്റ്റ്, മനസ്സിലുള്ള ഒരു ആശയം എന്താണ്? വിഷൻ എന്താണ്? ഇപ്പൊ നമ്മൾ വിഷനാണ് സ്വഭാവം നന്നാവണം. അത് വേറെ ഏരിയയാണെങ്കിൽ പോട്ടെ, സ്വഭാവം നന്നാവണം. ഓക്കെ. പിന്നെ പഠിപ്പിനായിട്ട് ജയിക്കാനുള്ള അർഹത എന്താ? മിനിമം ആയിട്ട് 30% മാർക്കെങ്കിലും എല്ലാ കുട്ടിക്കും കിട്ടണം. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. 30% കുട്ടിയെ കുട്ടിക്ക് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റൂ എന്ന്. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? പ്രൊമോഷൻ കൊടുക്കണം. അപ്പൊ എന്താ അടുത്ത വഴി എന്താണ്? 30% മാർക്കെങ്കിലും കിട്ടാനുള്ള അർഹത ഉണ്ടാകും അല്ലേ? അപ്പൊ 30% മാർക്ക് കിട്ടാനുള്ള അർഹത എന്താണ്? അവനെ പ്രത്യേകമായി പരിഗണിക്കണം. അവൻ്റെ ഒപ്പം ടീച്ചർക്ക് ആവണം. അവനെ പ്രത്യേകമായി പരിഗണിക്കണം. അവന് പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കണം. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഇതാണ് ഒരു നല്ല സ്കൂളിൽ കിട്ടുന്നതോ പുതിയ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതോ മാത്രമല്ല പഠന സൗകര്യം. ഉള്ളതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ആ ഉള്ളതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന നല്ലൊരു ഭാഗമാണ് ഇത്. കുറേ ഏരിയ നമ്മൾ കവർ ചെയ്യുന്നത് സാറ് പറഞ്ഞത് ബാക്കിയുള്ള ഗ്യാപ്പും കൂടി കിട്ടിയത് നമ്മളെപ്പോഴും അധ്യാപക പരിശീലനത്തിൻ്റെ മുമ്പേ ഒരു മോട്ടിവേഷൻ ക്ലാസ് കുട്ടികൾക്ക് നമ്മൾ ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്. നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്രവേശനോത്സവം മുതൽ യുവോത്സവം വരെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കെപ്പോഴും കൺസേൺ കുട്ടികൾ മാത്രമാണ്. അത് അങ്ങനെ ആയിരിക്കും ചെയ്യും. നമ്മൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. ഒരു വെക്കേഷൻ സമയത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മളത് ഒരു ടീച്ചേഴ്സിൻ്റെ ആ ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു മോട്ടിവേഷൻ, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയിയാണ്
മുന്നിൽ ഏറ്റവും വലിയ വസ്തു എന്ന് പറയുന്നത്. എല്ലാവരും നോക്കുമ്പോൾ ഒരു നല്ല സദ്യ ഉള്ള ഒരു മുഖമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം മാത്രമാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും നടന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നന്ദി നമസ്കാരം.